സോ വൺസ് അഗൈൻ ഗുഡ് ഈവനിങ്. സോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഫൈനൽ പ്രെപ്പിലായിരിക്കും. അപ്പം സാറ് കുറച്ച് ടിപ്സ് കാര്യങ്ങൾ ഫിസിക്സ് റിലേറ്റഡ് സാറ് പറയാം. അത് സെഷൻ്റെ ലേറ്റർ പാർട്ടിൽ സാറ് ഡിസ്കസ് ചെയ്യാം. ഇപ്പം സാറ് എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റുഡൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗട്ട് പറയുന്നുണ്ടായിരുന്നു. ക്വിക്കായിട്ട് സബ്ജക്ട് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ പോകുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചോ, എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്പം കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി സാറ് പറയാമെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, നിങ്ങളുടെ ഇവാലുവേഷൻ ഇത്തവണ ഡിജിറ്റൽ വാലുവേഷൻ ആണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇടയിലൊന്ന് കമൻറ്റിൽ ഇട്ടോളൂ കേട്ടോ. ഓക്കെ. സോ എൻ്റെ അടുത്ത് ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ ചില ക്ലാസ്സുകളിൽ വന്നിട്ട് ചില ചാപ്റ്ററുകളുടെ ഇമ്പോർട്ടൻറ്റ് ഹോട്ട് ടോപ്പിക്സ് ഇതാന്നൊക്കെ പറയാറുണ്ട്. അപ്പം റേ ഒപ്റ്റിക്സിൻ്റെ ഹോട്ട് ടോപ്പിക് എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇപ്പോൾ സ്റ്റുഡൻറ്റ് പറഞ്ഞതുകൊണ്ട് സാർ അത് ഒന്ന് പറയാണ്. റേ ഒപ്റ്റിക്സ് ചാപ്റ്ററിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്ററാണ്. ഒരു സിംഗിൾ മോസ്റ്റ് ചാപ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് ഷുവറായിട്ട് ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇത് ഏറെക്കുറെ ഷുവറാണ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അത് നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് ഞാൻ പ്രയോറിറ്റി അനുസരിച്ച് ടോപ്പിക് എഴുതി പോവാണ്. അപ്പം ഏറ്റവും ഫസ്റ്റ് ടോപ്പ് പ്രയോറിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതിൽ സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, അതിൽ തന്നെ റിഫ്ലക്ഷൻ ടെലസ്കോപ്പും റിഫ്രാക്ഷൻ ടെലസ്കോപ്പും ഉണ്ട്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് റേ ഡയഗ്രാം ആരോക്ക് ഇട്ട് ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എഴുതാൻ പഠിക്കണം. ചിലപ്പോൾ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. മാഗ്നിഫിക്കേഷൻ ഡെറിവേഷൻ എന്ന് പറയുന്നൊന്നുമില്ല, 3 സ്റ്റെപ്പ് ഉള്ളൂ. പിന്നെ നേച്ചർ ഓഫ് ഇമേജ് ഫോംഡ്, അതിലുണ്ടാവുന്ന ഇമേജിൻ്റെ നേച്ചർ, ഇതാണ് എല്ലാത്തിലും കോമൺ ആയിട്ട് പഠിക്കേണ്ടത്. ഇനി ഇതിൽ അഡീഷണൽ ആയിട്ടൊരു സാധനം പഠിച്ചു വയ്ക്കേണ്ടതെന്നാ, വൈ റിഫ്ലക്ഷൻ ടൈപ്പ് ടെലസ്കോപ്പ് ഈസ് പ്രിഫേർഡ് ഓവർ റിഫ്രാക്ഷൻ ടൈപ്പ്. അത് ചോദിക്കാറുണ്ട്. റിഫ്ലക്ഷൻ ടൈപ്പ് ടെലസ്കോപ്പ് ഈസ് പ്രിഫേർഡ് ഓവർ റിഫ്രാക്ഷൻ ടൈപ്പ്. ഇതാണ് ഈ ചാപ്റ്റർ. ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾ നോക്കണ്ടു, ഇത്രയും നോക്കണ്ടു. ഇനി സെക്കൻഡ് പ്രയോറിറ്റി ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇത്രയും തന്നെ സെയിം പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കാണ്. കാരണം ഈ 2 ക്വസ്റ്റ്യനും ഉണ്ടാവാറുണ്ട് മോസ്റ്റ് പേപ്പേഴ്സിലും. ഒരു ക്വസ്റ്റ്യൻ ഈ പാർട്ടിൽ നിന്നും, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മോസ്റ്റ് പ്രയോറിറ്റി വരാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്ഫെറിക്കൽ സർഫസ് ആൻഡ് ലെൻസ് ആണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്ഫെറിക്കൽ സർഫസ് ആൻഡ് ലെൻസ് ആണ്. ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പോലെ തന്നെ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കാണ്. അപ്പൊ ഈ ടോപ്പിക്കിൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ചോദിക്കാൻ, ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാൻ ഭയങ്കര ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ഡെറിവേഷൻ ആണ്. ഈ റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സർഫസും പിന്നെ കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസും ഇതൊക്കെ പഠിക്കണം. പക്ഷെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഡെറിവേഷൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. പിന്നെ ഇതിൽ നിന്ന് എപ്പോഴും വരാൻ എന്താ വെച്ചാൽ പ്രോബ്ലംസ് ആണ്. ന്യൂമറിക്കൽസ് കുറേ കയറി വരും. അതിൽ ലെൻസിൻ്റെ പവറിൻ്റെ പാർട്ട് ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചോളണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫോക്കൽ ലെങ്ത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ പവറിന് എന്ത് ചേഞ്ച് ഉണ്ടാവും, അങ്ങനത്തെ ഒക്കെ 2 വെയിറ്റേജിലും 1 വെയിറ്റേജിലും കയറി വരും. MCQയിൽ കയറി വരും. പിന്നെ 3 വെയിറ്റേജിൽ പ്രോബ്ലം ഉണ്ടാവും ഈ പാർട്ടിൽ നിന്ന്. 5 വെയിറ്റേജിൽ വരാണെങ്കിൽ ഒരു ഡെറിവേഷൻ പ്ലസ് 3 മാർക്കിൻ്റെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പോലത്തെ ഒരു ഡെറിവേഷൻ പ്ലസ് പ്രോബ്ലം. ആ രീതിയിലായിരിക്കും ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ന്യൂമറിക്കൽസ് ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നതും ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ പ്രോബ്ലം ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്ന ന്യൂമറിക്കൽസ് ആണ്. ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽസും കണ്ടേക്കുന്നത്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സർഫസ് ആണ്. റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സർഫസ് ആണ്. പിന്നെന്താണ്, കോമ്പിനേഷൻ ഓഫ് ലെൻസസും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ റെയർലി ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനാണ്. സോ ഈ രണ്ടുമാണ് ഏറ്റവും പ്രയോറിറ്റി ടോപ്പിക്സ്. ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ നിന്ന് രണ്ടിനും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നൗ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് എന്താ വെച്ചാൽ, മൂന്നാമത്തെ ടോപ്പിക്ക് ഒപ്റ്റിക്സിൽ നിന്ന്, റേ ഒപ്റ്റിക്സിൽ നിന്ന് മൂന്നാമത്തെ ടോപ്പിക്ക് നമുക്ക് ചോദിക്കാറുള്ളത് എന്താ വെച്ചാൽ
റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ പ്രിസം. ഇതാണ് രണ്ടാമത് ചോദിക്കുന്ന ടോപ്പിക്. അപ്പം ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ പ്രിസം ചോദിക്കുമ്പോൾ നമ്മൾ നോർമലി പഠിച്ചേക്കുന്ന ഒരു ഡെറിവേഷൻ ഉണ്ട്. പ്രിസം വരച്ചിട്ട് അതിൽ നിന്ന് ആംഗിൾ ഓഫ് പ്രിസം ഡിറൈവ് ചെയ്യും, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിറൈവ് ചെയ്യും, പിന്നെ മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷൻ എഴുതും, ID കർവ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അറ്റ് മിനിമം ഡീവിയേഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഒരു ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്യും. അത് ചോദിക്കാറുണ്ട്, നോർമലി ചോദിക്കാറുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ അവിടെ പഠിച്ചേക്കുന്ന 2 പ്രിസം ഉണ്ട് ഇങ്ങനത്തെയൊക്കെ ഷേപ്പ്. അത് ടെക്സ്റ്റിൽ NCERT അതിൻ്റെ ഫിഗർ ഉണ്ട്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്കെ പറയുന്ന സ്ഥലത്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്റ്റിംഗ് പ്രിസംസ് എന്ന് പറഞ്ഞിട്ട് 2 സ്ഥലമുണ്ട്. ഇങ്ങനെ 2 പ്രിസങ്ങളുടെ എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ ആ ഫിഗർ ഉണ്ട്. ആ ഫിഗർ വെച്ചിട്ട് ചെറിയ ന്യൂമറിക്കൽ ചോദിക്കാറുണ്ട്. അപ്പം ഇത് ആക്ച്വലി സിമ്പിൾ ന്യൂമറിക്കലാണ്. നിങ്ങൾ എന്തറിഞ്ഞാൽ മതി, ഈ ആ ഫിഗർ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിട്ടിക്കൽ ആംഗിളും കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷനൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന 2 വെയിറ്റേജ് ന്യൂമറിക്കലും ഈ സെയിം ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഫിഗർ നിങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ പാർട്ടിൽ NCERT കൊടുത്തേക്കുന്ന 2 പ്രിസത്തിൻ്റെ ഫിഗർ ഒന്ന് നോക്കി വെക്കണം, എങ്ങനെ അത് റിഫ്ലക്ട് ചെയ്യാന്നുള്ളത്. ഒരു തവണ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, പകുതി വരെ റേ ഡയഗ്രാം വരച്ചിട്ടിട്ട് റീഡ്രോ ചെയ്തത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ പ്രിസം. അപ്പോൾ ആ റീജിയൻ ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ചേർത്ത് പഠിക്കുക. ഇതാണ് 3rd പ്രയോറിറ്റി റീജിയൻ. ഇത് 3ആണ് ഏറെക്കുറെ. ഇപ്പം ഇതൊരു 30% ഇതൊരു 20% വെയിറ്റേജും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ 30-30-20 എത്ര 70 ആയി. പിന്നെ ഒരു 10% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, കമ്പാരിറ്റീവ്ലി ലെസ്സർ ആണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഈ റിഫ്ലക്ഷനിൽ ചോദിക്കുക ന്യൂമറിക്കലാണ്. നമ്മളെ മിറർ ഫോർമിലെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻസും അപ്ലൈ ചെയ്തിട്ട് കോൺകേവ് മിററിലും കോൺവെക്സ് ലെൻസിലുള്ള ന്യൂമറിക്കൽസ് ചോദിക്കുകയാണെങ്കിൽ ഇത് ഈ 3ആണ് ടോപ്പ് പ്രയോറിറ്റി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുക ഒരു 10% കയറി വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അത് ന്യൂമറിക്കൽസാണ് ചോദിക്കാറ്, മിറർ ഫോർമുലയും പിന്നെ അതേപോലെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷനും. m is equal to minus v by u, 1/f is equal to 1/v plus 1/u. ഈ 2 ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് കേട്ടോ. ദെൻ പിന്നെ അതേപോലെ തന്നെ ലെസ് ആസ്ക്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇത് ചാൻസസ് കുറവാണ്, ഞാൻ ഈ അവസാനം പറയുന്ന 2. പക്ഷെ എന്താ വെച്ചാൽ CBSE ഇപ്പം നമ്മളങ്ങനെ ഒരു പ്രഡിക്ഷനൊന്നും നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊണ്ടുപോകും. അപ്പം ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും 2 വെയിറ്റേജിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല സ്കോറിലേക്ക് എത്തണമെങ്കിൽ എല്ലാം കവർ ചെയ്യണം. പക്ഷെ പ്രയോറിറ്റി ടോപ്പിക്സിന് പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കുക. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒന്നും നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഡെഫിനിഷനൊന്നും എഴുതാൻ ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതെന്ത് എങ്ങനെ ചോദിക്കുക, ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഇപ്പം ഈ സാറി പറഞ്ഞ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്റ്റിംഗ് പ്രിസംസ് ആ ടോപ്പിക്ക് നോക്കുക. പിന്നെ അപ്പാരന്റ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കിൽ സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. അപ്പാരന്റ് ഡെപ്തും റിയൽ ഡെപ്തും കൂടി കണക്ട് ചെയ്യുന്ന, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, ആ സിമ്പിൾ ഇക്വേഷൻസ് ഒന്ന് നോക്കി വയ്ക്കുക. ഇതൊക്കെ ചിലപ്പോൾ 1 വെയിറ്റേജിലും 2 വെയിറ്റേജിലൊക്കെ കയറി വരും. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി ടോപ്പിക്സ് കേട്ടോ. സാർ എന്താണ് കമന്റിൽ പറഞ്ഞ ഒരാൾ, നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. എന്താ അത് സർപ്രൈസ് അല്ലേ, അത് പറയാൻ പറ്റില്ല. ഓക്കെ, പഠിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഓക്കെ, ഈ പഠിച്ചതൊക്കെ മറന്നു പോകുന്നുണ്ടെങ്കിൽ 1-2 കാര്യങ്ങളും കൂടി നിങ്ങൾ അഡീഷണൽ ആയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ബ്രെയിൻ ഓവർ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്കാവില്ല. അപ്പം ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ലീപ്പ് പ്രയോറിറ്റിയാണ്. സ്ക്രീൻ ടൈം ഇനിയിപ്പോൾ ഇന്നത്തെയും കൂടി കഴിഞ്ഞാൽ സ്ക്രീൻ ടൈം ട്യൂഷനായിട്ട് സ്ക്രീൻ ടൈം എടുക്കില്ലല്ലോ. സ്ക്രീൻ ടൈം പരമാവധി പറ്റുന്നത്രയും അവോയ്ഡ് ചെയ്ത് കളയുക. സ്ലീപ്പ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 6 to 7 അവർ ഉറങ്ങുക, എന്നിട്ട് പഠിച്ചാൽ മതി. അതാണ് ഇരിക്കുള്ളൂ. 6 to 7 അവർ നിങ്ങൾ ഉറങ്ങുക. ഞാൻ ലാസ്റ്റ് ഡേ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ 2.5 മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനത്തെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകാൻ പോകുന്നില്ല കേട്ടോ. അപ്പം ഒരു 6 hour മിനിമം നിങ്ങൾ ഉറങ്ങുക. സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താ വെച്ചാൽ ഫുഡും
ഒന്ന് ഹെൽത്തി ആക്കുക. എന്നുവെച്ചാൽ ഈ ഫ്രൈസ് അത് ഇതൊക്കെ ജങ്കൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ് നോർമലി കഴിക്കുക. വാട്ടർ ഇൻടേക്ക് ശ്രദ്ധിക്കുക. ഒരു പഠിക്കുമ്പം ബ്രെയിനിന് ഭയങ്കര വാട്ടർ കൺസംഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു 1.5 to 2 ലിറ്റർ മിനിമം വെള്ളം നിങ്ങൾ ഒരു ദിവസം കുടിക്കുന്നു ഉറപ്പ് വരുത്തുക. അപ്പം ഇതൊക്കെ സെക്കൻഡറി ആണ്. പ്രൈമറി 2 പോയിന്റാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. സ്ലീപ്പ്, സ്ക്രീൻ ടൈം. അത് നമ്മളിപ്പം നിങ്ങൾ ഈ മൈൻഡിൽ നിന്ന് വേറെ കാര്യങ്ങളൊക്കെ വിടുക. അപ്പം എന്തൊക്കെ പറഞ്ഞാൽ ഡിസ്ട്രാക്ഷനാണ്. അപ്പം കുറച്ച് നാൾ നമ്മൾ ഈ ഫിസിക്സുമ മൈൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ നമ്മൾ ഈ പഠിച്ചത് ബോഡിക്ക് ഒന്ന് റിഫ്രഷ് ആവാനുള്ള ഒരു സമയമാണ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ. സോ അതിൽ രണ്ടിലും നിങ്ങൾ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക. ദെൻ നിങ്ങളുടെ റിവിഷൻ പാറ്റേൺ ഒക്കെ നിങ്ങൾ നോർമലി കൊണ്ടുപോകുക. ആൻഡ് ഒരു 70% എങ്കിലും തിയറി പഠിച്ചെത്തിയെന്ന് കോൺഫിഡൻസ് ഉള്ള സ്റ്റുഡൻസ് മോക്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാഡോ ടീച്ചറുടെ അടുത്ത് ചോദിക്കണമെങ്കിൽ സാറ് ലിങ്ക് ഇട്ട് തരാം. CBSE അടുത്തേക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടും. അതിന് കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നമ്മുടെ CBSEയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് 4 ഇയേഴ്സിലെ ഒരു 24ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവരുടെ കീയും വിത്ത് കീ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഒരു 70% കഴിഞ്ഞവർ മാത്രം ചെയ്താൽ മതി. തിയറി 70% എത്തി, ഒരു 80% എത്തിയെന്ന് കോൺഫിഡൻ്റ് ഉള്ളവർ മാത്രം മോക്സ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 2 hours സ്പെൻഡ് ചെയ്തിട്ട് 3 hours സ്പെൻഡ് ചെയ്തിട്ട് നോർമൽ മോക്ക് 1-2 എഴുതി നോക്കാം. എഴുതി നോക്കിയിട്ട് കിട്ടല്ലെങ്കിൽ പാനിക് ആവണ്ട. ആ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഇരുന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ സാറ്? നമുക്കൊന്നൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. റിവിഷൻ പ്ലാൻ തരണമെങ്കിൽ തരാലോ. റിവിഷൻ പ്ലാൻ തരാം. ഞാൻ വേണമെങ്കിൽ കോമൺ ആയിട്ടൊരു സാധനം സെറ്റ് ചെയ്യാം. ഇപ്പം നാളെ തൊട്ടെന്നുള്ള രീതിയിൽ അത് ആവശ്യമുള്ള ഒരു ഷാഡോ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം. വേറെന്താ? മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ മോസ്റ്റ് പ്രയോറിറ്റി ടോപ്പിക് ഇത്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആക്ച്വലി നമ്മളുടെ ഈ ട്രയോപ്റ്റിക്സ് പോലെ തന്നെയുള്ള ഒരു ചാപ്റ്ററാണ്. പ്രയോറിറ്റി ചാപ്റ്ററാണ്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അല്ലേ. അത് നോക്കാം. ഇല്ല, വേവ് ഓപ്റ്റിക്സിൽ ബ്രൂസ്റ്റേഴ്സ് ലോ ഒന്നുമില്ല. നിങ്ങൾക്ക് പോളറൈസേഷനേ ഇല്ല വേവ് ഓപ്റ്റിക്സിൽ. നമുക്ക് ആകെപ്പാടി എന്തുവരെ പഠിച്ചാൽ മതി? ഇന്റർഫറൻസും ഡൈഫ്രാക്ഷൻ വരെ പഠിച്ചാൽ മതി. സോ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ ടോപ്പ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ടോർക്ക് ഡ്യൂ ടു കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ടോർക്ക് ഡ്യൂ ടു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡെറിവേഷൻ പഠിച്ചിട്ടില്ലേ ഈ ചാപ്റ്ററിൽ. ആൻഡ് ഇതിൻ്റെ ഒപ്പം മാഗ്നറ്റിക് ഡൈപോൾ എന്താണ്, ആൻഡ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഓക്കെ, ഈ ടോപ്പിക് സാറ് പറയുമ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് 2022 മുതൽ 25 വരെയുള്ള പാറ്റേൺ ആണ്. ആക്ച്വലി 2022 വരെ ഇങ്ങനെയായിരുന്നില്ലേ ഈ ചാപ്റ്ററിന്റെ പാറ്റേൺ. ഇപ്പോഴും സ്റ്റേറ്റ് സിലബസിനൊക്കെ എക്സാംസ് നടക്കുമ്പോൾ ഇതേ അല്ല പാറ്റേൺ. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് അവിടെ പ്രയോറിറ്റൈസ് ചെയ്യാറ് ബയോട്ട്-സാവാർട്സ് ലോ ആണ് ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് വരാറ്. CBSEക്ക് എന്തോ കുറച്ച് വർഷങ്ങളായിട്ട് ബയോട്ട്-സാവാർട്സ് ലോ ചോദിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ അത്രയും റിപ്പീറ്റിംഗ് അല്ല. അപ്പം ഇതെപ്പോ വേണേലും ട്വിസ്റ്റ് ചെയ്ത് വരാം. അപ്പം ഈ ബയോട്ട്-സാവാർട്സ് ലോയും പിന്നെ ഇത് ഇത്ര വെയിറ്റേജിൽ വന്നിട്ടില്ല ലാസ്റ്റ് 4 ഇയേഴ്സിൽ. പക്ഷെ നിങ്ങളിത് പ്രയോറിറ്റി കൊടുക്കണമെന്ന് എൻ്റെ സജഷനാണ്. ഈ ബയോട്ട്-സാവാർട്സ് ലോയും എൻ്റെ അപ്ലിക്കേഷൻ ഇല്ലേ, സർക്കുലാർ ലൂപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇതും നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിച്ചോളൂ. ഇതിൽ മോസ്റ്റ് പ്രയോറിറ്റി ടോപ്പിക് ഏതാന്ന് വെച്ചാൽ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ആണ് കേട്ടോ. ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ
എങ്ങനെയൊക്കെ പോയാലും ചോദിക്കാറുണ്ട് ഒട്ടുമിക്ക എല്ലാ വർഷവും. എങ്ങനെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ വർക്കിംഗ്, അതിന്റെ പ്രിൻസിപ്പിളിന്റെ ഡെറിവേഷൻ, ഹൗ ടു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻ ടു അമീറ്റർ, വോൾട്ട് മീറ്റർ, കറണ്ട് സെൻസിറ്റിവിറ്റി എന്താണ്, വോൾട്ട് സെൻസിറ്റിവിറ്റി എന്താണ്, ആ റീജിയനിൽ നിന്ന് ഷണ്ട് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്. അപ്പം ഇതൊക്കെ ന്യൂമറിക്കലും ചോദിക്കാറുണ്ട്, ഡയറക്റ്റും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ആക്ച്വലി മോസ്റ്റ് പ്രയോറിറ്റി ടോപ്പിക്കാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ബാക്കിയൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ഇതിൻ്റെ ഒപ്പം പിന്നെ ഇതുപോലെ ചേർത്ത് വെച്ച് പഠിക്കേണ്ട ഒരു സാധനമാണ് ഫോഴ്സ് ഡ്യൂ ടു പാരലൽ കറൻസ്. ഫോഴ്സ് ഡ്യൂ ടു പാരലൽ കറൻസ്. രണ്ട് പാരലൽ കറൻസ് ഉണ്ടെന്ന്, കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ, ഫോഴ്സ് ഡ്യൂ ടു പാരലൽ കറൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫോഴ്സ് ഡ്യൂ ടു പാരലൽ കറൻസ്. ഇനി ഇത് ഇത്രയും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്ന സാധനങ്ങളാണ്. ഇനി ഇതിൽ സെക്കൻഡ് പ്രയോറിറ്റിയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ടോപ്പിക്കാണ് മോഷൻ ഓഫ് ചാർജ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മോഷൻ ഓഫ് ചാർജ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ടോപ്പിക്കിന്റെ ഇതെന്താ വെച്ചാൽ നമ്മൾ ചോദിച്ചു തുടങ്ങുക ലോറൻസ് ഫോഴ്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. ലോറൻസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അതൊക്കെ നോക്കണം. ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ് ഇതൊക്കെ ചോദിക്കും. വാട്ട് ഈസ് ലോറൻസ് ഫോഴ്സ് ഒക്കെ ചോദിക്കും. എന്നിട്ട് പറയുക എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് പാരലൽ എൻ്റർ ചെയ്യാണ്, 90 ഡിഗ്രിയിൽ എൻ്റർ ചെയ്യാണ്, ചാർജിന്റെ മൂവ്മെന്റ് എന്തൊക്കെയാണ്. ഇനി ഷോ ദാറ്റ് അവിടുത്തെ നമ്മൾ സർക്കുലാർ മോഷനിൽ കേസ് 90 ഡിഗ്രിയിൽ എൻ്റർ ചെയ്യുമ്പോൾ സർക്കുലാർ പാത്ത് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ കേസിൽ ഫ്രീക്വൻസി റേഡിയസിന്റെ ഒക്കെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, ആ പാർട്ട്. പിന്നെ 90 ഡിഗ്രിയും പാരലൽ അല്ലാതെ 0 ഡിഗ്രിയിൽ അല്ലാതെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഹെലിക്കൽ പാത്ത്. അപ്പോൾ ഹെലിക്കൽ പാത്തിൽ പിച്ചിന്റെ ഇക്വേഷൻ, സോ റേഡിയസിന്റെ ഇക്വേഷൻ, റേഡിയസ് ഓഫ് ഹെലിക്കൽ പാത്ത്. ഈ പാർട്ട് നിങ്ങൾ നോക്കണം, മോഷൻ ഓഫ് ചാർജ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചേക്കുന്ന ഒരു റീജിയൻ ആണ് ഇത്. പക്ഷേ ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത, ഇത് ചോദിക്കുമ്പോഴും ഈ ടോപ്പിക്ക് 1 മാർക്ക് 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു പ്രയോറിറ്റി ടോപ്പിക്കാണ്, മോഷൻ ഓഫ് ചാർജ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ നോക്കാൻ ഉള്ളത് പിന്നെ ഇനീഷ്യലി എടുക്കുന്ന 1-2 സാധനങ്ങളാണ്. മാഗ്നറ്റിക് ഫോഴ്സ് പിന്നെ കറണ്ട് ക്യാരിങ് വയർ. ഇതൊക്കെ അത്ര ഹോട്ടല്ല. കറണ്ട് ക്യാരിങ് വയർ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക, അതിന്റെ ഇക്വേഷനൊക്കെ. ILB ആ ഡെറിവേഷൻ ഉണ്ടല്ലോ, F=ILB, ആ ഡെറിവേഷൻ ഒന്ന് നോക്കി വയ്ക്കുക. മാഗ്നറ്റിക് ഫോഴ്സിന്റെ കറണ്ട് ക്യാരിങ് വയർ, പിന്നെ ആംപിയർ സർക്യൂട്ട് ലോ. ഈ ആംപിയർ സർക്യൂട്ട് ലോന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞ പിന്നെ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറില്ല. എന്നാലും എൻ്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ, ആംപിയർ സർക്യൂട്ട് ലോന്റെ. പിന്നെ സോളിനോയിഡിന്റെ ഒക്കെ ഫൈനൽ ഇക്വേഷൻസ് എന്തായാലും അറിയണം കേട്ടോ. പക്ഷെ ഈ 2 ടോപ്പിക്കുമെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ചാപ്റ്ററിൽ, ഈ 2 പാർട്ട്. ഓക്കെ ആണോ? വേറെ ഒന്നുമില്ലല്ലോ സാറേ? വേറെ ഉണ്ടോ? വേറെന്താ? ആ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളൊക്കെ അപ്ലൈ ചെയ്യാൻ വരും. പക്ഷെ ഇത് വരാണെന്നുണ്ടെങ്കിൽ ഈ അസേർഷൻ റീസൺ, കേസ് സ്റ്റഡി അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലാണ് വരാറ്. ഓക്കെ. പിന്നെ വേറെ പറഞ്ഞില്ലേ? ഓക്കെ 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 വെച്ചോ. അപ്പം ഈ 14th ചാപ്റ്ററിന്റെ കേസ് സാറൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാ. എന്നുവെച്ചാൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റർ കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പം പെട്ടെന്ന് പഠിച്ച് മാക്സിമം മാർക്ക് വാങ്ങുന്ന ചാപ്റ്ററാണ് 14th ചാപ്റ്റർ, സെമി കണ്ടക്ടേഴ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താ, ഫുൾ വേവ് ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് ആണ്.
അതിന് ന്യൂമറിക്കലൊന്നും ചോദിക്കാനില്ല. അപ്പം ഈസിയാണ് ആ ചാപ്റ്റർ. ഫുൾ വേവ് ഹാഫ് വേവ് റെക്ടിഫയർ പഠിക്കുമ്പോൾ വർക്കിംഗ് സർക്യൂട്ട് ഡയഗ്രാം വേവ് അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് നോക്കണം കേട്ടോ, ഫുൾ വേവ് ഹാഫ് വേവ് റെക്ടിഫയർ. പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ചോദിക്കുക എന്താണ്, നമ്മളുടെ സിലിക്കൺ ഡയോഡ് ഫോർവേഡ് ബയാസിലും റിവേഴ്സ് ബയാസിലും ഉണ്ടാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അത് വെച്ചിട്ടുള്ള ഗ്രാഫ് ഇല്ലേ, വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഗ്രാഫ് വരയ്ക്കണം. ഇവിടെ എന്താണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജും ഇവിടെ ത്രെഷോൾഡ് വോൾട്ടേജും എന്താണെന്ന് പഠിക്കണം. പിന്നെ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് എന്താണ് പൊട്ടൻഷ്യൽ ബാരിയർ, ഡിപ്ലീഷൻ ലെയർ, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് നോക്കി വയ്ക്കുക. ഡ്രിഫ്റ്റ് കറണ്ട് എന്താണ്, ഡിഫ്യൂഷൻ കറണ്ട് എന്താണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. പിന്നെ പിന്നെ ആ ചാപ്റ്ററിൽ എന്ത് നോക്കണം, എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെയും എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കണം. അവിടെ ആക്സെപ്റ്റർ എനർജി ലെവലിൻ്റെയും ഡോണർ എനർജി ലെവലിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിക്കണം. ചോദിക്കാറുണ്ട് കേട്ടോ, ആക്സെപ്റ്റർ എനർജി ലെവലും ഡോണർ എനർജി ലെവലിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണ്. എസ് ഡൗട്ട് ആന്റണി? പറയാം. ഓക്കെ, സോ ആക്സെപ്റ്റർ എനർജി ലെവലിൻ്റെയും ഡോണർ എനർജി ലെവലിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിക്കണം. ഇത്രയാണ് ആ ചാപ്റ്ററിൽ പഠിക്കേണ്ടു. അത് ഒരു രീതിയിലും അതിൽ നിന്ന് മാർക്ക് മിസ്സാവില്ല. പഠിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 മാർക്ക് സെക്യൂർ ചെയ്ത് വെക്കാവുന്ന 7 മാർക്കാണ് ആ ചാപ്റ്റർ. വേവ് ഒപ്റ്റിക്സ് ചാപ്റ്ററിൽ ഇപ്പം NCERT ക്വസ്റ്റ്യൻസ് പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. NCERT എക്സസൈസ് നോക്കുന്നത് ആക്ച്വലി നല്ലതാണ്. NCERT എക്സസൈസിൻ്റെ ബേസ് ആക്കി വെച്ചിട്ടാണ് CBSE ചോദിക്കുന്ന അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറ്. അപ്പം NCERT എക്സസൈസ് പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ ചില NCERT ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളതുണ്ട്. സോ അത് എല്ലാം ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നതല്ല, ചിലത് കുറച്ച് ഓവർ ഡിഫിക്കൽട്ട് ഉണ്ട്. സോ അങ്ങനത്തെ വേണമെങ്കിൽ നിങ്ങൾ വിട്ടോ, പക്ഷേ NCERT എക്സസൈസ് നോക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. യെസ്, സോ വേവ് ഒപ്റ്റിക്സ് ചാപ്റ്ററിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടോപ്പിക് നിങ്ങൾ നോക്കേണ്ടത് വേവ് ഒപ്റ്റിക്സ് ചാപ്റ്ററിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹ്യൂജൻസ് പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ഹ്യൂജൻസ് പ്രിൻസിപ്പിൾ എന്താ, അത് എഴുതാൻ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വയ്ക്കുക. ആൻഡ് അത് വെച്ചിട്ട് ലോ ഓഫ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും പ്രൂവ് ചെയ്യാൻ പറയൂലേ ഹ്യൂജൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട്, അത് പ്രയോറിറ്റി ടോപ്പിക് ആണ്. ഹ്യൂജൻസ് പ്രിൻസിപ്പിൾ അത് യൂസ് ചെയ്തിട്ട് ലോ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, നമ്മളൊരു വേവ് ഫ്രണ്ട് ഒക്കെ വരച്ചിട്ട് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാൻ പഠിക്കുമല്ലേ, അത് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു 4 years ആയിട്ട് ഡൈഫ്രാക്ഷൻ ആണ്. പോയോ? ഓക്കെ അല്ലേ? ലാസ്റ്റ് ഒരു ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ഡൈഫ്രാക്ഷൻ ആണ്, പിന്നെയാണ് ഇപ്പം ഇൻ്റർഫറൻസ് വരുന്നത്. ഇത് ചെറിയ വ്യത്യാസമുള്ളൂ പെർസെൻറ്റേജിൽ, പക്ഷേ രണ്ടും ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക, ഡൈഫ്രാക്ഷനും ഇൻ്റർഫറൻസും. ഈ ഡൈഫ്രാക്ഷനും ഇൻ്റർഫറൻസും നോർമലി ചോദിക്കുക ന്യൂമറിക്കൽസ് ആണ്. അപ്പോൾ അതിൽ ആ ഫണ്ടമെൻ്റൽ ഇക്വേഷൻസ് എല്ലാവരും പഠിച്ചിട്ട് പോവുക. എന്തൊക്കെയാ? ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. പിന്നെ എന്താണ് ഇൻ്റർഫറൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ nth ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കും nth ഡാർക്ക് ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഡൈഫ്രാക്ഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആംഗുലാർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡാർക്ക് ഫ്രിഞ്ചിലേക്കും ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കും. പിന്നെ ഇതിൽ ഇൻറ്റൻസിറ്റി, മാക്സിമം മിനിമം ഇൻറ്റൻസിറ്റിയുടെ വേരിയേഷൻ കാട്ടുന്നത്, ആംപ്ലിറ്റ്യൂഡിൻ്റെ വേരിയേഷൻ കാട്ടുന്നത്. ഇൻ്റർഫറൻസിൽ 2 വേവ്സ് സൂപ്പർപോസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഇൻറ്റൻസിറ്റിയും മിനിമം ഇൻറ്റൻസിറ്റിയും അതിൻ്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് ഇക്വേഷൻസ് എഴുതി തന്നിട്ടില്ലേ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് പോവാം. അപ്പം ഇതിലെ ന്യൂമറിക്കൽസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് എക്സാമിന് കീ തരും, കീ വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പം ആ കീയിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ന്യൂമറിക്കൽസിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഒരു ഏരിയ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇൻറ്റൻസിറ്റി കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന്.
നിങ്ങൾ ആ പർട്ടിക്കുലർ ഇക്വേഷൻ എഴുതി വെച്ചിട്ട് വാല്യൂസ് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇട്ടാൽ തന്നെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 3 മാർക്കിന് വയ്ക്കില്ല, എന്നാലും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 മാർക്ക് അവിടെ കിട്ടും. ആ ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ, വാല്യൂസ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അപ്പോൾ എന്താ സംഗതി എന്ന് പറഞ്ഞാൽ, മോസ്റ്റ് സ്റ്റുഡൻസ് ബോർഡ് എക്സാമിന് ചെയ്തു വെക്കുന്ന ഒരു കാര്യം, പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഡ്രോപ്പ് ചെയ്യും. സോ ആ ശീലം നിങ്ങൾ നിർത്തുക. ന്യൂമറിക്കൽസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഡൈഫ്രാക്ഷൻ്റെയും ഈ ഇൻ്റർഫറൻസിൻ്റെയും ബാൻഡ് വിഡ്ത്തിൻ്റെയും ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 6 ഇക്വേഷൻ ഉണ്ടാവും. 6 ഇക്വേഷൻ പഠിക്കണമെങ്കിൽ 10 മിനിറ്റ് മതി. ആ 10 മിനിറ്റിൽ നിങ്ങൾക്ക് 2-3 മാർക്ക് കിട്ടും. ഓക്കെ, അത് വെച്ചിട്ട് കുറച്ച് ന്യൂമറിക്കൽസ് പ്രോബ്ലംസും കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായി, ആഡ് ഓൺ ആയി. അപ്പം ഈ ഏരിയ എന്ന് പറയുന്നത്, ഈ ഡൈഫ്രാക്ഷൻ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ന്യൂമറിക്കൽസ് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ അത്ര എന്താ ഡിഫിക്കൽട്ടാണ്, അത് അറ്റംപ്റ്റ് ചെയ്യാത്ത പറ്റാത്ത ഏരിയ ആണെന്ന് പറഞ്ഞ് വിട്ടുകളയുന്ന ഏരിയ. പക്ഷേ ഇത് ആക്ച്വലി നമുക്ക് എന്താ അത്ര ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, ടൈം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് മാർക്ക് സെക്യൂർ ചെയ്ത് വെക്കാൻ പറ്റിയ ഏരിയ ആണ് ഡൈഫ്രാക്ഷനും ഇൻ്റർഫറൻസും. സോ ആ കാര്യം നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക. അതായത് ഇപ്പം നിങ്ങൾ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്മാർട്ട് വർക്ക് ഇടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. അപ്പം അതുകൊണ്ടാണ് സാർ ഇങ്ങനത്തെ ചില പോയിന്റുകൾ പറഞ്ഞു തരുന്നത്. അപ്പം ഈ പറയുന്ന ഏരിയാസ് ഒക്കെ നിങ്ങൾ കുറച്ച് സ്മാർട്ടായിട്ട്, അതായത് മുഴുവൻ പഠിച്ചെത്തുന്നില്ല, പക്ഷെ ഇത്രയും പഠിച്ചെത്താലോ, അത് കഴിഞ്ഞിട്ട് ബാക്കി സമയത്ത് നിങ്ങൾ ഡെപ്തിലേക്ക് പൊക്കോ. ഓക്കെ, അപ്പം ഈ ഒരു 10 ഇക്വേഷൻ എഴുതി വെച്ച് അത് നിങ്ങളൊരു പോയിന്റ് ആക്കി എഴുതി വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെ പോയാലും 2-3 മാർക്ക് നിങ്ങൾക്ക് മേടിച്ചു വെക്കാൻ പറ്റും. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ഡെറിവേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. പിന്നെ ഇതിൽ നമുക്ക് ഇൻ്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഒന്നും സാറ് 2 ഹാൻഡ് റൈസ് ഉണ്ട്. നേഹ, എന്താണ് കേട്ടില്ല, ഒന്നുകൂടെ പറയൂ. പോസ്റ്റ് ലൈറ്റ്സോ? മനസ്സിലായില്ല, ഈ ചാപ്റ്ററിലാണോ കാര്യം പറയുന്നത്? ഡ്യുവൽ നേച്ചർ, ഓക്കെ, മറ്റേ ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ പോസ്റ്റ് ലൈറ്റ്സ് അതാണോ ഉദ്ദേശിച്ചത്? ഹലോ നേഹ, ആറ്റംസ് ചാപ്റ്റർ അല്ലേ? ഓക്കെ, സി അത് സാറിനോട് ഡിസ്ക്രൈബ് ചെയ്യാനാണോ നെഹു പറഞ്ഞേ, എക്സ്പ്ലെയിൻ ചെയ്യാനാണോ? ഓക്കെ, സോ ഈ ഡ്യുവൽ നേച്ചറിന്റെ പ്രയോറിറ്റി പറയാനാണോ, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? സാറ് നേഹ പറയുന്നത് സാറിന് ക്ലിയർ ആവുന്നില്ല, കട്ടായി പോകുന്നു. ഒന്ന് കമന്റ് ബോക്സിൽ ഇടോ നേഹ, കമന്റ് ബോക്സിൽ ഇടോ. ആരാ? സിംന? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ചാപ്റ്റർ അല്ലേ? ഈ മാഗ്നറ്റിസം ആൻഡ് ചാപ്റ്റർ അത് കമ്പാരിറ്റീവ്ലി നമുക്ക് വെയിറ്റേജ് കുറവാണ്, പക്ഷെ ഉള്ള വെയിറ്റേജ് നമുക്ക് എന്ത് ചെയ്യാം, സെക്യൂർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. സോ ആ പർട്ടിക്കുലർ ചാപ്റ്ററിൽ നമുക്ക് 2 കാര്യങ്ങളാണ് ആക്ച്വലി പഠിക്കാനുള്ളൂ. ഒന്ന്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഡയ, പാര,
ആൻഡ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓരോന്നിൻ്റെ ഒരു 6 പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതാണ് ടോപ്പ് പ്രയോറിറ്റി ആ ചാപ്റ്ററിലെ. ഇത് എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ടാവും ഈ സാധനം. ഇതിൽ നമ്മൾ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീൽഡ് ലൈൻസ് എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോവും, പിന്നെ വീക്ക് ടു സ്ട്രോങ് ഫീൽഡിലേക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുക, ഒരു 3 എക്സാമ്പിൾ നോക്കി വയ്ക്കുക. നമ്മൾ ബേസിക്കലി ഒരു 6 പ്രോപ്പർട്ടി പഠിക്കണ്ടല്ലോ. ആ 6 പ്രോപ്പർട്ടി ഈ എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനെയും പഠിച്ചു വയ്ക്കുക. ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ടോപ്പിക് ആ ചാപ്റ്ററിൽ. ഇനി രണ്ടാമത് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ചാപ്റ്ററിൽ ഈ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. പ്ലസ് നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് അനലോഗ്സ് എന്ന് പറയില്ലേ, ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഇലക്ട്രിസിറ്റിയിലും ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റിസത്തിലും നമ്മൾ ചില കാര്യങ്ങൾ കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം 1/4πε0 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഇവിടെ μ0/4π ആണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് പകരം മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന് പകരം മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്യും. ഈ അനലോഗ്സ് വെച്ചിട്ട് നമുക്ക് കുറച്ചധികം ഇക്വേഷൻസ് ഉണ്ടാക്കാമല്ലോ. ടോർക്കിന്റെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. സോ ആ ഏരിയ പ്ലസ് അതിൻ്റെ കൂടെ എന്തും കൂടി പഠിക്കുക, ഗോസ് ലോ ഓഫ് മാഗ്നറ്റിസം. ഗോസ് ലോ ഓഫ് മാഗ്നറ്റിസം ഇതും ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. പക്ഷെ ഇത് അങ്ങനെ ഭയങ്കര മാർക്കിനൊന്നും ചോദിക്കില്ല. 2 വെയിറ്റേജിലാണ് വരാറ് ഗോസ് ലോ ഓഫ് മാഗ്നറ്റിസം ചോദിക്കുകയാണെങ്കിൽ. പക്ഷെ അതിൻ്റെ ഇൻഡത്തെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ചോദിക്കുക. എന്തുകൊണ്ടാണ് ടോട്ടൽ ഫ്ലക്സ് 0 ആയി പോകുന്നത്, അതിൻ്റെ റീസണൊക്കെ എഴുതാൻ പഠിക്കണം. അപ്പം ഇത് പ്ലസ് ഗോസ് ലോ ഓഫ് മാഗ്നറ്റിസം ആണ് സെക്കൻഡ് പ്രയോറിറ്റി. പിന്നെയാണ് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് പഠിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ട്. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, സസെപ്റ്റബിലിറ്റി, റിലേറ്റീവ് പെർമിയബിലിറ്റി. ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻ. അത് തേർഡ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. ഇതിൽ ഗോസ് ലോ ഓഫ് മാഗ്നറ്റിസം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ ആക്ച്വലി. ഈ ഏരിയ നിങ്ങൾ സെപ്പറേറ്റ് ഒരു ഷീറ്റിൽ കീപ്പ് ചെയ്യാൻ പറ്റും ആക്ച്വലി. ഈ മാഗ്നറ്റൈസേഷൻ, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി, പിന്നെ റിലേഷൻ ബിറ്റ്വീൻ സസെപ്റ്റബിലിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി. അത് നിങ്ങൾ സെപ്പറേറ്റ് കീപ്പ് ചെയ്യുക. ഇത് ടേബിൾ ആക്കിയിട്ട് സെപ്പറേറ്റ് കീപ്പ് ചെയ്യുക. പിന്നെ ഈ ഗോസ് ലോ ഓഫ് മാഗ്നറ്റിസം ഒന്ന് ഇൻഡെപ്തിൽ ഒന്ന് നോക്കാം. ഇത്രയാണ് ചാപ്റ്റർ കേട്ടോ. ഓക്കെ, ആറ്റം ചാപ്റ്ററിൽ അല്ലേ, അതും പറയാം. ഷെർലിൻ, വളരെ കോംപ്ലക്സ് അതല്ലെങ്കിൽ എന്താ പറയാ, ഒരു ലൈനിന്റെ മേലെ കൂടെ വേറെ പോയിട്ട് അങ്ങനെയൊക്കെ ഇല്ലേ, അതായത് എ പോയിന്റ് ആയിട്ട് കണക്ട് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഇട്ട് തരുമോ സാർ? ഇപ്പൊ നോക്കിയിട്ട് ഇപ്പൊ തന്നെ അങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ആ ഈ ബേസിക്കലി കിർച്ചോഫിന്റെ വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലേ പറയുന്നത്? ആ എന്നിട്ട് കറണ്ടും വോൾട്ടേജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന പ്രോബ്ലംസ്. ഇത് ആക്ച്വലി അതിന്റെ സംഗതി എന്താ വെച്ചാല്, നമ്മളൊരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ എല്ലാ അങ്ങനത്തെ പ്രോബ്ലത്തിലും നമ്മൾ വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യുക, 1-2 ഇക്വേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ലീനിയർ ഇക്വേഷൻസ് കിട്ടും. 2 ടേമുള്ള ലീനിയർ ഇക്വേഷൻസ് കിട്ടും. ആ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഭാഗം മാത്രമാണ് ആക്ച്വലി എന്തുള്ളൂ, ബുദ്ധിമുട്ടുള്ളൂ. അപ്പം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു 4-5 പ്രോബ്ലം സെയിം ടൈപ്പ് എടുക്കുക. സെയിം ടൈപ്പ് പ്രോബ്ലം ഒരു 4-5 എടുക്കുക, സോൾവ് ചെയ്ത് നോക്കുക. 5 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുമിച്ച് ഒറ്റ ഇരിപ്പിൽ 5 ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഒരു ഐഡിയ. ഈ ഐഡന്റിക്കൽ സെൽസ് ആ ഏരിയ ആണോ?
ഒരു കാര്യം ചെയ്യും, ഒരു എക്സാമ്പിൾ പ്രോബ്ലം ഒന്ന് ഇട്ടായോ, അപ്പം സാറത് സോൾവ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽ വോയിസ് ആയിട്ട് ഇട്ട് തരാം. എന്നിട്ട് ക്ലിയർ ആവണില്ലെങ്കിൽ AI ഞാൻ ആ ക്വസ്റ്റ്യൻ ഇടാം. ഓക്കെ ഓക്കെ. ശിവാനി, കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലേ? പറയാം. അപ്പം അതിനു മുമ്പ് നമുക്ക് ആറ്റംസ് ഒന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോവാം കേട്ടോ. സോ ആറ്റംസ് ചാപ്റ്ററിൽ ഏറ്റവും പ്രയോറിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് ഈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, ഇത് പഠിക്കുമ്പം നമ്മളെ ഇമ്പാക്ട് പാരാമീറ്റർ, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, ഇതിന് ന്യൂമറിക്കൽസ് ഉണ്ടാവും. അപ്പം ഗോൾഡിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, ആ കാര്യങ്ങളൊക്കെ നമ്മളെ 1/4πε0 എന്ന് വെച്ചാൽ ഗോൾഡ് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് ഒരു ആൽഫ പാർട്ടിക്കിൾ വരാന്ന് പറഞ്ഞാൽ 2 പോസിറ്റീവ് ചാർജ്, അപ്പൊ അതിൻ്റെ ഇടയിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ 1/4πε0 Q1 Q2/r² ഒക്കെയാണ്. അപ്പൊ ഇമ്പാക്ട് പാരാമീറ്ററിന്റെ ഐഡിയാസ്, പിന്നെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന്റെ ഐഡിയാസ്, അത് ഇവിടെ നിന്ന് നോട്ട് ചെയ്യുക. ബേസിക് എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ ഈ ഒരു ഭാഗം ഇവിടെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ ഒന്ന് പ്രയോറിറ്റി കൊടുത്ത് നോക്കാം. പിന്നെ ഈ ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം, അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ റിഡ്ബർഗ് ഫോർമുല ഒന്നും നമ്മളുടെ ടെക്സ്റ്റിൽ ഇല്ല, പക്ഷെ അത് ആക്ച്വലി നമുക്കത് നിങ്ങൾ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ്. പിന്നെ മാത്രമല്ല ചെറിയ 2 പണി ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്ന ഇക്വേഷനാണ് റിഡ്ബർഗ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി വയ്ക്കണം കേട്ടോ, ഈ ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ എനർജി ബാൻഡ് ഡയഗ്രാം, ടെക്സ്റ്റിലുള്ള ഡയഗ്രമാണ് എനർജി ബാൻഡ് ഡയഗ്രാം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓരോ എനർജി ലെവലിലെയും എനർജി കാട്ടുന്ന ഒരു ഡയഗ്രമാണ്, ടെക്സ്റ്റിലുള്ള ഡയഗ്രമാണ്. അത് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കി വയ്ക്കണം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ബാൻഡ് ഡയഗ്രം ഒന്ന് നോക്കി വയ്ക്കണം. പിന്നെ ബോർ മോഡൽ, 2 ബോർ മോഡൽ, അവിടെ നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ഇതിന്റെ ഡിമെറിറ്റ്സ്, ബോർ മോഡലിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസ്, പിന്നെ ബോർ മോഡലിന്റെ ഡിമെറിറ്റ്സ്, അതും ഒന്ന് നോക്കി വെക്കണം. സാർ ഒരു ഡൗട്ട്, ആൻമരിയ? എന്താണ്? ന്യൂമറിക്കൽ അല്ല, ആക്ച്വലി ഇമ്പാക്ട് പാരാമീറ്ററും ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചും എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു കൺസെപ്ഷൻ ക്ലാരിറ്റി ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിലൊരു കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് ആണ്, അതിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കി വയ്ക്കുക. അതേപോലെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ്ഡ് അപ്രോച്ചിന്റെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ ഗോൾഡ് ന്യൂക്ലിയസിന്റെ നേർക്ക് വരുമ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ വരും തോറും, അപ്പൊ ഇനീഷ്യലി ആൽഫ പാർട്ടിക്കിൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആൽഫ പാർട്ടിക്കിൾ എന്തുണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. ആൻഡ് ഗോൾഡ് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരും തോറും ഈ കൈനറ്റിക് എനർജി 0 ആവും. ആ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ ആ കൈനറ്റിക് എനർജി വിൽ ഗെറ്റ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു പൊട്ടൻഷ്യൽ എനർജി. ഈ കൺസെപ്റ്റ് ഒക്കെ, അതായത് ഇനീഷ്യലി ഉണ്ടായ കൈനറ്റിക് എനർജി ആ പോയിന്റിൽ കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറി, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ആണ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ആ കൺസെപ്റ്റുകളൊക്കെ അത് ആക്ച്വലി ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന്റെ ഡെറിവേഷനിൽ വരുന്ന ഐഡിയ. പക്ഷേ ഈ കൺസെപ്ഷൻ ക്ലാരിറ്റി വെച്ചിട്ട് സോൾവ് ചെയ്യാവുന്ന അല്ലെങ്കിൽ അസേർഷൻ റീസണിലൊക്കെ പോലുള്ള ഏരിയാസിൽ കയറി വരും ഇത് അപ്ലൈ ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. സോ അതാണ് ഈ ആൽഫ പാർട്ടിക്കിൾ ഞാൻ ഈ 2 ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പൊ പിന്നെ അത് മാത്രമല്ല അവിടെ ശ്രദ്ധിക്കേണ്ടത് ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്താ, 2 ഇലക്ട്രോണിന്റെ ചാർജാണ്. പോസിറ്റീവിലായിരിക്കും, പക്ഷെ 2 ഇലക്ട്രോണിന്റെ ചാർജാണ്. പിന്നെ ഈ ഗോൾഡ് ന്യൂക്ലിയസിന്റെ ടോട്ടൽ ചാർജ് എങ്ങനെ എടുക്കും, അതിന്റെ ആറ്റോമിക് നമ്പർ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 1 ഇലക്ട്രോണിന്റെ ചാർജ് ചെയ്താൽ മതി. സോ ഇങ്ങനത്തെ ഐഡിയാസ് ഒന്ന് നോക്കി വയ്ക്കണം. ഇൻഡെപ്ത് ഈ ഏരിയ ഒന്ന് നോക്കണം, ആ 2 ടോപ്പിക്. ഓക്കെ ഓക്കെ. പിന്നെന്താ വെച്ചാൽ ഈ ലൈൻ സ്പെക്ട്ര പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ലൈമൻ ബാമർ പാഷൻ സീരീസ് ഒക്കെ ഇല്ലേ, ഈ സീരീസിൽ എമിറ്റ് ചെയ്യുന്ന ലൈറ്റുകൾ ഏത് ലൈറ്റാന്ന് നോക്കണം.
ചില സീരീസിൽ യു വി ആണ്, ചിലതിൽ ഇൻഫ്രാറെഡ് ആണ്, ചിലതിൽ വിസിബിൾ ലൈറ്റ് ആണ്. അതൊക്കെ ഏത് സീരീസിലാണെന്നുള്ളത് നോക്കി വെക്കണം. ഓക്കെ. പിന്നെ ബോർ മോഡൽ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ കുറച്ച് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട് അല്ലേ? ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് കുറച്ച് ഇക്വേഷൻ, റേഡിയസിന്റെ ഇക്വേഷൻ, എനർജി ഓഫ് ഓർബിറ്റ്, എനർജി ഓഫ് ഇലക്ട്രോൺ, ആ ഇക്വേഷൻസ് ഒക്കെ ഹൈ പ്രയോറിറ്റി ആണ്. അതും നോക്കി വയ്ക്കുക. ഇത്രയാണ് ചാപ്റ്റർ. ആൻഡ് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഒറ്റ പോയിന്റിൽ നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ആ ചാപ്റ്ററിൽ എന്ത് പഠിക്കണം? കിർച്ചോഫിന്റെ 2 റൂളും വീസ്റ്റൺ ബ്രിഡ്ജും എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. 2 റൂൾസും പ്ലസ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം. 3rd ചാപ്റ്ററിൽ ഇത് പഠിച്ചിട്ട് നിങ്ങൾ എവിടേക്ക് നീങ്ങിയാൽ മതി. പിന്നെ ഇത് പഠിച്ചാൽ നിങ്ങൾ നേരെ ചാടേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ഇത് പഠിച്ചാൽ നേരെ ചാടേണ്ട ടോപ്പിക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി പഠിക്കുമ്പോൾ ഇതിൽ കുറച്ച് അധികം കാര്യങ്ങൾ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് പോകണം. നമ്മൾ ബേസിക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ എന്തായാലും നിങ്ങൾ പഠിക്കും. പക്ഷെ അതല്ല, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്, I=NEAVD. ഈ ഡെറിവേഷൻ പഠിച്ചു വയ്ക്കണം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും കണക്ട് ചെയ്യുന്ന ഇക്വേഷന്റെ ഡെറിവേഷൻ. പിന്നെ കറണ്ട് ഡെൻസിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന നമ്മൾ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, J=σE. ഇതിന്റെ ഡെറിവേഷൻ നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഇത് അത്ര പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ നോക്കുന്ന ഡെറിവേഷൻസ് അല്ല. പക്ഷെ ഇത് CBSEക്ക് അങ്ങനത്തെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കാത്ത ടോപ്പിക്കാണ് CBSEക്ക് ഇഷ്ടം. പിന്നെ ലാസ്റ്റ് ഒരു 2 ഇയേഴ്സിലെ പ്രോബ്ലംസ് നോക്കുമ്പോൾ CBSEക്ക് വേറൊരു ഫേവറേറ്റ് ടോപ്പിക്കും കൂടി പുതിയതായിട്ട് ഉണ്ടാക്കിയത് സെൽസ് ആൻഡ് കോമ്പിനേഷൻ ആണ്. ഈ ടോപ്പിക്ക് മിസ് ഔട്ട് ചെയ്തുകൊണ്ടാണ് ലാസ്റ്റ് ഇയറിൽ ഒരുപാട് കുട്ടികൾക്ക് 100 ഔട്ട് ഓഫ് 100 മിസ്സായത്. അത് ഒരുപാട് സ്റ്റുഡൻസ് വന്ന് പറഞ്ഞൊരു സാധനമാണ്. അതായത് ഇതിൽ നിന്നൊരു ടോപ്പിക്ക് വന്നിട്ടുണ്ടായി, ഐഡന്റിക്കൽ സെൽസിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായി. അത് മിസ് ഔട്ട് ചെയ്തുകൊണ്ട് മാത്രം 100 ഔട്ട് ഓഫ് 100 മിസ് ഔട്ട് ചെയ്ത നല്ലോണം പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. സോ ഇത് കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും CBSE റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ടോപ്പിക്കാണ് സെൽസ് ആൻഡ് ഇറ്റ്സ് കോമ്പിനേഷൻ കേട്ടോ. സെൽസ് എന്ന് പറയുന്നത് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, വോൾട്ടേജ് എന്താണ്, EMF എന്താണെന്നൊക്കെ പഠിക്കും. കോമ്പിനേഷൻ ഓഫ് സെൽസ്, ഐഡന്റിക്കൽ സെൽസ് നമ്മൾ ക്ലിയർ ആയിട്ട് പോയിരിക്കുന്ന ടോപ്പിക്കാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ റെക്കോർഡഡ് വീഡിയോ ഷാഡോ ടീച്ചറുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. സെൽസ് ആൻഡ് കോമ്പിനേഷൻ അത് കഴിഞ്ഞ 2 വർഷമായിട്ടുള്ളൂ CBSE അത് ഇങ്ങനെ പിക്ക് ചെയ്ത് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഈ ടോപ്പിക്ക്. ദെൻ ഈ ചാപ്റ്ററിൽ കിർച്ചോഫ് ലോ, വീസ്റ്റൺ ബ്രിഡ്ജ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ 3ഉം നിങ്ങൾ ഈക്വൽ പ്രയോറിറ്റി എടുത്ത് നോക്കിയാൽ മതി. 1 പവർ, 2 റെസിസ്റ്റിവിറ്റി, പിന്നെ ആൽഫ, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ. ഇത്രയും സാധനം നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് നോക്കണം. ഇത് നിങ്ങൾ ഈക്വൽ പ്രയോറിറ്റിയിൽ നോക്കിയാൽ മതി. പക്ഷേ ഈ സെൽസ് കോമ്പിനേഷനും കിർച്ചോഫ് റൂൾ, വീസ്റ്റൺ ബ്രിഡ്ജും, ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ റീജിയനും അതാണ് ടോപ്പ് പ്രയോറിറ്റി ഈ ചാപ്റ്ററിൽ കേട്ടോ. ബാക്കി പിന്നെ നോക്കേണ്ട 3 സാധനമാണ് ഇത് 3. ഓക്കെ. സോ ആക്ച്വലി 8:20 ആയി. നിങ്ങളൊരു ബ്രേക്ക് എടുക്കണം. ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.